ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇനി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിംഗ് ബിസിനസിന്റെ ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ലോകത്താകമാനം ഒരേ രീതി വരാനായി അക്കൗണ്ടന്റുമാർ ചില റൂൾസ്, റെഗുലേഷൻസ്, പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നു. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ രണ്ടായി തരംതിരിക്കാം: അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്നും അക്കൗണ്ടിംഗ് കൺവെൻഷൻ എന്നും. Which means accounting is the language of the business. In order to convey same meaning to this language all over the world, certain rules and principles were formed by accountants. These rules and regulations are called generally accepted accounting principles. Generally accepted accounting principles, or GAAP, can be broadly classified into two: accounting concept and accounting conventions. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന അക്കൗണ്ടിംഗ് കൺസെപ്റ്റാണ്. ഏതൊരു ശാസ്ത്രശാഖയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ടാവും. ഈ സങ്കല്പങ്ങളെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ജോഗ്രഫിയിൽ അക്ഷാംശരേഖ, രേഖാംശരേഖ തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു സങ്കല്പങ്ങളാണ്. അതേപോലെ മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റം, അതും ഒരു ബേസിക് അസംഷനാണ്. ഇതേപോലെ അക്കൗണ്ടൻസിയിലുള്ള ബേസിക് അസംഷനെ നമ്മൾ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നു. പ്രധാനമായും 9 അക്കൗണ്ടിംഗ് കൺസെപ്റ്റാണുള്ളത്. ഒന്നാമത്തെ അക്കൗണ്ടിംഗ് കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും ബിസിനസിന്റെ ഓണറും രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടായിട്ടും ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ടും കണക്കാക്കുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനം വളരെ കാലം പെട്ടെന്ന് പൂട്ടിപ്പോവാതെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ആ സ്ഥാപനവുമായിട്ട് ആളുകൾ ഇടപാടുകൾ നടത്തുള്ളൂ. മൂന്നാമത്തെ കൺസെപ്റ്റാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം ബിസിനസിന്റെ റെക്കോർഡുകളിൽ ക്യാഷ് മുഖേനയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ക്യാഷ് അല്ലാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. നാലാമത്തെ കൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇതനുസരിച്ച് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകളുണ്ടാവും, 2 വശങ്ങളുണ്ടാവും. ഒരു ബെനിഫിറ്റ് കിട്ടുന്നു ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, അതേസമയം ഒരു ബെനിഫിറ്റ് പോവുകയും ചെയ്യുന്നു. ബെനിഫിറ്റ് ലഭിക്കുന്നതിന് നമ്മൾ ഡെബിറ്റ് എന്നും ബെനിഫിറ്റ് നഷ്ടപ്പെടുന്ന നമ്മൾ പൊതുവെ ക്രെഡിറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും 2 ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യണം. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനെ 2 ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. അഞ്ചാമത്തെ കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മളൊരു ഫിക്സഡ് അസറ്റ്, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ഒറിജിനൽ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഒറിജിനൽ കോസ്റ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒറിജിനൽ കോസ്റ്റാണ് പിന്നീടുള്ള എല്ലാ അക്കൗണ്ടിങ്ങിനും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത കൺസെപ്റ്റാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ബിസിനസിന്റെ ജീവിതം കുറെ കാലഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു വർഷം, ഓരോ വർഷത്തേക്കാണ് നമ്മൾ ബിസിനസിന്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നത്. ശരിക്കും ബിസിനസിന്റെ ലാഭവും നഷ്ടം കണക്കാക്കണമെങ്കിൽ ബിസിനസ് ആരംഭിച്ച് അവസാനിക്കണം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് സ്ഥാപനത്തിന് അന്ത്യമില്ല. അതുകൊണ്ട് ബിസിനസിന്റെ ലൈഫ് നമ്മൾ ഓരോ വർഷങ്ങളായി തിരിക്കുന്നു. അങ്ങനെ ഓരോ വർഷത്തേക്കുള്ള ലാഭം നഷ്ടം കണക്കാക്കുന്നു. അതിന് നമ്മൾ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നു. അടുത്ത കൺസെപ്റ്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കാനായിട്ട് അതാത് വർഷത്തെ വരുമാനത്തെ അതാത് വർഷത്തെ എക്സ്പെൻഡിച്ചറുമായിട്ട്, ചെലവുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. എന്നിട്ടാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അതാത് വർഷത്തെ എക്സ്പെൻസ് അത് പേ ചെയ്താലും അടച്ചാലും ഇല്ലെങ്കിലും കണക്കിലെടുക്കണം. അതേപോലെ വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും അത് കണക്കിലെടുക്കണം. അതേസമയം വരുന്ന വർഷത്തെയോ പിന്നെ
കഴിഞ്ഞ വർഷത്തെയോ ഏതെങ്കിലും എക്സ്പെൻസോ ഇൻകം എടുക്കാനും പാടില്ല. പിന്നെ അടുത്ത കൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് ആണ്, വിശ്വാസ്യത. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, മറ്റൊരാൾക്ക് പരിശോധിക്കാൻ പറ്റുന്നതായിരിക്കണം. അതിനുവേണ്ടി എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ വൗച്ചറുകൾ വേണം. ഡോക്യുമെന്ററി എവിഡൻസിനാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുക. ബില്ലുകൾ, വൗച്ചറുകൾ, ഇൻവോയ്സ് എന്നിവ അടക്കം ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇനി അവസാനത്തെ കൺസെപ്റ്റാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനം ഒരു വരുമാനം ആർജിക്കുന്നത് എന്നാണോ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽസ് ഗുഡ്സ് കൈമാറുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് സെല്ലറിൽ നിന്നും ബയറിലേക്ക് കൈമാറുന്നത് ആ ദിവസമാണ് വരുമാനം ആർജിച്ചതായി കണക്കാക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ജനുവരി 1 ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള പർച്ചേസ് ഓർഡർ കിട്ടി. ഫെബ്രുവരി 1 നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്തു. മാർച്ച് 1 പേയ്മെന്റ് കിട്ടി. ബിസിനസ് സ്ഥാപനം റവന്യൂ ഏൺ ചെയ്ത ഡേറ്റ് ഫെബ്രുവരി 1 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു. ആദ്യം അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്. ദീസ് ആർ ദ ബേസിക് അസംപ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്. Usually, there are 9 accounting concepts. First one is business entity or accounting entity concept. As per business entity or accounting entity concept, the owner and the business are treated as two separate persons. Second concept is going concern concept. According to going concern concept, a business will function indefinitely for a long period of time in future. Third concept is money measurement concept. According to money measurement concept, only those transactions which can be measured in terms of money can be recorded in the books of accounts. Qualitative aspects like conflict between two employees of the organization cannot be recorded in accounts. Fourth concept is dual aspect concept. Dual means two. Every business transaction involves twofold aspect, two aspects. One of receiving of benefit, which is usually called as debit, and another giving of a benefit. Receiving of a benefit and giving of a benefit. In accounting, the two aspects of each and every business transactions are recorded. The system of accounting which records the two aspects of each and every business transaction is called double entry system. Fifth concept is accounting period concept. As per this concept, the life of the business is divided into a number of periods for determining profit or loss. Next concept is cost concept. According to cost concept, when a fixed asset is purchased, it must be recorded in the books of accounts at its original cost. This original cost will become the basis of subsequent accounting. Next concept is matching concept. According to matching concept, the profit or loss of a business concern for a particular year is determined by comparing or matching the revenues of a particular period with the expenses of that particular period. The expense of previous year or the succeeding year should not be taken into account. Similarly, the incomes of the previous year or succeeding year should not be taken into account. Next concept is objective evidence concept. Objectivity means reliability or trustworthiness. In order to be reliable, the transactions recorded in the books of accounts should be capable of verification. The entries recorded in the books of accounts should be supported by properly authorized vouchers, bank statements, bills, invoices, etc. This concept is called objective evidence concept. Next concept is realization concept. According to realization concept, a business will earn a revenue when document of title to goods or property in goods passes from the seller to the buyer. For example, when a seller receives a purchase order on January 1, goods are supplied on February 1 and payment received on March 1.